പാദവാർഷിക പരീക്ഷ 3-ാം ക്ലാസ് അഖീദ മോഡൽ ചോദ്യപേപ്പർ വിവരിക്കുന്ന വീഡിയോയാണ്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരിക്കലും നഷ്ടമാവില്ല. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ യോജിപ്പിക്കാം എന്നാണ് ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ചോദ്യം ഇപ്പുറത്തെ ഭാഗത്തുണ്ട്, മറ്റേ സൈഡിൽ ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ശരിയാക്കി എഴുതണം. നമ്മളവിടെ ശരിയാക്കി എഴുതി കൊടുത്തിട്ടുണ്ട്. ചോദ്യം വായിക്കാം. സ്വർഗം കാക്കൽ ഏതാണ് മലക്ക്? റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ മുൻകർ നക്കീർ അലൈഹിമു സ്വലാത്തു വസ്സലാം. 2 പേരുണ്ട്, പ്രത്യേകം മനസ്സിലാക്കുക. എഴുതുന്നത് എങ്ങനെയെന്നും അതും നോക്കുക. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. റൂഹുകളെ പിടിക്കൽ ആരാണ്? അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. നന്മ തിന്മ എഴുതൽ റഖീബ് അതീദ്. 2 പേരുണ്ട്, റഖീബ് കാഫായി പോരുത്, ഖാഫാണ്, റഖീബ് അതീദ്. നരകം കാക്കൽ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെയാണ് നമ്മൾ അതിനെ യോജിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പ്രധാനികളായ 10 മലക്കുകളും അവരുടെ ചുമതലകളും കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുക. പല വിധേനയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ടത് വരാറുണ്ട്, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. അതിലൊന്ന്, ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു 8 ആകുന്നു. ഏതാണ് ശരി? 6 ആകുന്നു. 2, മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടു പ്രകാശം കൊണ്ട്, മണ്ണുകൊണ്ട്. പ്രകാശം കൊണ്ടാണ് ശരി. 3, ഖുർആൻ അവതീർണം പൂർത്തിയായി 25 വർഷം കൊണ്ട്, 23 വർഷം കൊണ്ട്. 23 വർഷം കൊണ്ട് എന്നതാണ് ശരി. 4, തൗറാത്തിൻ്റെ ഭാഷ ഏതാണ്? ഹിബ്രു, ഗ്രീക്ക്. ഹിബ്രു ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇതിലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും അനിവാര്യമാണ്. മൂന്നാമത്തെ ചോദ്യം ഖുർആൻ മാർഗ നിർദ്ദേശമാണ് ആർക്ക്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗ നിർദ്ദേശമാണ്. നാലാമത്തത് മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്നും 2 എണ്ണം എഴുതുക എന്നതാണ് ചോദ്യം. 5 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പം അത് പഠിക്കുക. ഇങ്ങനൊരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ചുരുങ്ങിയതൊരു 3 എണ്ണമെങ്കിലും എല്ലാവരും പഠിച്ചു വെക്കുക. 1, അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. 2, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. 3, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. 4, ക്ഷീണമോ മടിയോ അവർക്കില്ല. 5, നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ആൻസറാണ്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബും ലൈക്കുമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇൻഷാ അല്ലാഹ് ഒന്ന് ലൈക്ക് അടിച്ചിട്ടേക്കുക. വീഡിയോ അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. വ്യക്തമാക്കാം എന്നുള്ളതിൽ ഒന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര എന്നതാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 4 എണ്ണമാണ് അള്ളാഹു ഇറക്കിയ കിതാബുകൾ. ഏടുകൾ എത്ര എന്നുള്ള ചോദ്യമുണ്ട്. ഇത് പാഠഭാഗത്തിലില്ല. ഇത് നിങ്ങളെ മുൻ അറിവിൽ നിന്നുള്ള ചോദ്യമാണ്. 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഏടുകൾ എത്ര എന്നുള്ളത്. ആകെ 100 ഏടുകളാണ് അള്ളാഹു താല ഇറക്കപ്പെട്ടിട്ടുള്ളത്. അത് വ്യത്യസ്തമായ പ്രവാചകന്മാർക്കാണ്. ഒരാൾക്ക് 50, ഒരാൾക്ക് 30, 2 ആൾക്ക് 10. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2, സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ആർക്കാണ് സബൂർ എന്ന കിതാബ് ഇറക്കിക്കൊടുത്തത്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. 3, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത്? മലക്കുകളിൽ വിശ്വസിക്കുക. അപ്പോൾ ഈമാൻ കാര്യം മുഴുവനും നമ്മൾ ഓർഡർ അനുസരിച്ച് തന്നെ പഠിച്ചു വെക്കുക. 2ഓ 3ഓ അതിൽ നിന്ന് എഴുതാൻ ആവശ്യപ്പെട്ടേക്കാം. 4ാമത്തത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ 1. 3 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. എളുപ്പമുള്ളത് എഴുതാം, പഠിക്കാം. 1, അവൻ ഒരുവനാണ്.
2 അവന് ഒരു കൂട്ടുകാരുമില്ല. 3 അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. 5-മത്തത് പൂരിപ്പിക്കാമെന്നുള്ളതാണ്. 1 ഈമാനുന ഒരു ബൈത്താണ്. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വറുസുലി വയൗമിത്തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇല്ലാഹി റബ്ബിൽ ആലമീൻ ബിലാ സലൽ. ഇങ്ങനെയാണ് ആ ബൈത്ത് വരുന്നത്. പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ 2-മത്തെ ചോദ്യം വരുന്നത് ഇന്നാ നെഹ്നു ഡാഷ് ല ഹാഫിളൂൻ എന്നതാണ്. ഇന്നാ നെഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ല ഹാഫിളൂൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയത്തിൻ്റെ ഭാഗമാണ്. ആയത്തും അതിൻ്റെ ആശയവും കൃത്യമായി പഠിച്ചു വെക്കുക. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലായിരിക്കും അക്കീദയുടെ ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട പരീക്ഷയ്ക്കുള്ള 4 പാഠങ്ങളും നന്നായി പഠിക്കുക. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അതുപോലെ തന്നെ ബൈത്തുകൾ, ആയത്തുകൾ ഒക്കെ കൃത്യമായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല മാർക്കോടുകൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും. ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്സ് എന്നോ മറ്റോ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഈ 4 പാഠത്തിൻ്റെയും ഒരു വിശദീകരണ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് കാണാവുന്നതാണ്.